തമിഴ്നാട്ടിൽ 27-കാരനായ ക്ഷേത്രം സെക്യൂരിറ്റിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മദ്രാസ് ഹൈക്കോടതി. ഈ കേസിൽ പോലീസിനും DMK സർക്കാരിനും അതിരൂക്ഷ വിമർശനവും കോടതിയിൽ നിന്നുണ്ടായി. നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് ഹൈക്കോടതി. തങ്ങൾ എല്ലാത്തിലും ഒന്നാമതാണെന്ന് തമിഴ്നാട് സർക്കാർ മേനി നടിക്കുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഒന്ന് പോയി ഈ കോടതി ഇത്രയേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര ക്രൂരമായ കൊലപാതകമാണ്. അത് ചെയ്തത് ഏതെങ്കിലും സാധാരണ വ്യക്തികളല്ല. ഒരു സംഘം പോലീസുകാർ അത് പോലീസ് സ്റ്റേഷനുള്ളിലിട്ട് ഒരു ക്ഷേത്ര സെക്യൂരിറ്റിയെ 27-കാരനായ ചെറുപ്പക്കാരനെ തല്ലി കൊല്ലുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ മദ്രാസ് ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസിനും സ്റ്റാലിൻ സർക്കാരിനും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷകനാണ് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ സ്റ്റാലിൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ സ്റ്റാലിൻ്റെ പോലീസാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. രൂക്ഷ വിമർശനം കോടതിയിൽ നിന്നും വരുന്നുണ്ട്. സ്വന്തം പൗരനെ ഭരണകൂടം കൊന്നു എന്നാണ് കോടതി പറയുന്നത്. പോലീസിന് അധികാരത്തിൻ്റെ മത്ത് പിടിച്ചെന്ന് കോടതി പറയുന്നു. നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. 44 മുറിവുകൾ ആ യുവാവിൻ്റെ ശരീരത്തിൽ കണ്ടെത്തി. അടിയേറ്റ് വാങ്ങാത്ത 1 ഇഞ്ച് പോലും ആ യുവാവിൻ്റെ ശരീരത്തിലില്ല എന്ന് കോടതി പറയുന്നു. അജിത് കുമാറിൻ്റെ പിൻഭാഗത്തും വായിലും ചെവിയിലും മുളകുപൊടി വിതറിയിരിക്കുന്നു ഈ കാക്കിയിട്ട കൂട്ടം എന്നുള്ളതാണ് ഇതിൽ നിന്നും കോടതി പറയുന്നത്. പോലീസാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി ആഞ്ഞടിക്കുന്നു. സാക്ഷരത കുറവുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇതുപോലൊരു ക്രൂരത നടക്കില്ല എന്നാണ് കോടതി പറയുന്നത്. ഞങ്ങൾ എല്ലാത്തിലും ഒന്നാമതാണെന്ന് തമിഴ്നാട് സർക്കാർ മേനി നടിക്കുന്നുണ്ട്. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളും കോടതി നിരത്തുന്നുണ്ട്. SP-ക്കെതിരെ കൃത്യമായി അന്വേഷിച്ചില്ലെങ്കിൽ SP-ക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നു. അതിൽ ഉൾപ്പെട്ട മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. രോഹിണി, ഒരു കാര്യം അടിവരയിട്ട് പറയേണ്ടി വരും. ഇത്രയധികം പുരോഗമിച്ച കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള മൃഗങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ കാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, ഭീഷണിയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ തല മരവിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.